ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളോട് സേഫാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കാനഡയിലെ കൊറോണ സ്റ്റാറ്റസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാനഡയിൽ അത് സ്റ്റിൽ അണ്ടർ കൺട്രോളാണ്, അത്രയ്ക്ക് വേഴ്സ് ആയിട്ടില്ല കമ്പയർ ടു US. ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് മാറുമെന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് പലരും ഇപ്പോൾ കാനഡയിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. സ്റ്റുഡൻസ് മെയ് ഇൻടേക്കിന് സെപ്റ്റംബറിനേക്കിന്, പിന്നെ ഇമിഗ്രേഷന് റെഡി ആയിട്ട് ഉള്ളവർ, വിസ കിട്ടി വിസ എക്സ്പയർ ആയി പോകാനുള്ളവർ, അങ്ങനെ കുറച്ച് പേര്. അപ്പോൾ പലർക്കും പല സംശയങ്ങളും ഉണ്ട്. അപ്പം അതും പിന്നെ കുറച്ച് ജനറൽ ഇമിഗ്രേഷൻ്റെ കുറച്ച് ഡൗട്ട്സും കൂടെ, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവരുടെ പേര് ക്രിസ് ലെമണിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇമിഗ്രേഷൻ ലോയറാണ്. അപ്പോൾ ഞാൻ ക്രിസുമായിട്ട് ഒന്ന് ചേർന്നിട്ട് അതിന് നിങ്ങൾക്ക് പരമാവധി ആൻസർ തരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ക്രിസ് എൻ്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം ക്രിസ് തന്നെ മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്തിട്ടാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് എനിക്ക് നേരിട്ട് പോയി ചെയ്യാനും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ക്രിസിനെ ഞാൻ എൻ്റെ ഈ വ്ളോഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹലോ ക്രിസ്, സുഖമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയുണ്ട് അവിടെ സ്ഥിതി? ക്വാറന്റൈനിലാണോ? ജോലിക്ക് പോകുന്നുണ്ടോ? എന്തുണ്ട് വിശേഷം? ഹായ് അനീഷ്, എന്നാണ്ട് വിശേഷം? താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ ഓൺ യുവർ വ്ളോഗ്സ്. കോവിഡൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലാണ്, കഴിവതും വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ബീങ് എ ലോയർ, നമുക്ക് എസെൻഷ്യൽ സർവീസസിന്റെ ഭാഗമായതുകൊണ്ട് പോകേണ്ടി വരും ചില സാഹചര്യങ്ങളിൽ. ബട്ട് അറ്റ് അതർ ടൈംസ് വീട്ടിൽ തന്നെയാണ്. ദൈവകൃപ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. സോ ഐ എം ഹോപ്പിംഗ് യു ആർ ഓൾസോ ഡൂയിങ് ഗുഡ്. എനിക്കും സുഖം, ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. നമുക്കിന്ന് എന്തായാലും Q&A സെഷനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്രിസ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പോൾ അവരുടെ മെയ് ഇൻടേക്ക് അല്ലെങ്കിൽ സെപ്റ്റംബർ ഇൻടേക്കിനെ കുറിച്ചൊക്കെ വറിയായിരിക്കുന്നവരുണ്ട്. വരാൻ പറ്റുമോ, അതല്ലെങ്കിൽ ക്ലാസ്സസ് എങ്ങനെ ആയിരിക്കും? പലരും പറയുന്നു അവർക്ക് കിട്ടിയ ന്യൂസ് അനുസരിച്ച് ചിലപ്പോൾ പകുതി ക്ലാസ്സസ് നമുക്ക് ഇന്ത്യയിൽ വെച്ച് തന്നെ അവർക്ക് അറ്റൻഡ് ചെയ്യാം, പിന്നെ അവർക്ക് ഇവിടെ വന്നിട്ട് ബാക്കി തുടരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്റ്റേ ബാക്കിന് അത് ഇഷ്യൂ വരുമോ? അങ്ങനെ കുറച്ച് ഡൗട്ട്സ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ക്രിസിൻ്റെ അഭിപ്രായം എന്ന് അറിഞ്ഞാൽ കൊള്ളാം. നമ്മുടെ ഇപ്പം CICയുടെ ഒരു അനൗൺസ്മെന്റ് പ്രകാരം ഐഡിയലി ദേ ക്യാൻ കംപ്ലീറ്റ്. ഇപ്പം ഇവിടെ വരാൻ പറ്റിയില്ല എങ്കിൽ, എന്തെങ്കിലും കാരണത്താൽ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അവർക്ക് അപ് ടു 50% ഓഫ് ദ പ്രോഗ്രാം ഔട്ട്സൈഡ് കാനഡയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ദാറ്റ് വിൽ നോട്ട് ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ ദർ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ബേസ്ഡ് ഓൺ ദി അനൗൺസ്മെന്റ്സ്, ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് ആൻഡ് എവറി ഡേ ഓരോരോ ചേഞ്ചസും കാര്യങ്ങളും വരാറുണ്ട്. പക്ഷെ ഇപ്പം നിലവിലുള്ള ഇതനുസരിച്ച് ഇറ്റ് വോണ്ട് എഫക്ട് ദെയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എന്നാണ് അവർ പറയുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇമിഗ്രേഷനെ കുറിച്ചാണ്. കാര്യം കുറേ പേർക്ക് നാട്ടിൽ വിസ എക്സ്പയറി ആയിരിക്കാറായിട്ടുണ്ട്, പിന്നെ പലരും ജോലി റിസൈൻ ചെയ്തിട്ടിരിക്കുകയാണ്, അപ്പോൾ ട്രാവൽ ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് വേറൊരു പോകുമ്പഴി? വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇൻ കേസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ എന്താണ് ഒരു വഴി എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. മെയിൻ ആയിട്ട് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, മാർച്ച് 18, 2020 മുന്നേ അല്ലെങ്കിൽ ഓൺ മാർച്ച് 18, 2020 ആണ് നമുക്ക് ഈ COPR കിട്ടിയതെങ്കിൽ അവർ ശരിക്കും ട്രാവൽ റെസ്ട്രിക്ഷൻസിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. സോ ദേ ക്യാൻ കം ഇൻ ടു കാനഡ. ഇനിയും അവർക്ക് എന്തെങ്കിലും കാരണവശാൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഒരു വെബ് ഫോം ഉണ്ട്, cic.gc.ca കയറിയിട്ട് COVID-19 എന്ന സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചെന്ന് കഴിയുമ്പം ഇറ്റ് വിൽ ലീഡ് യു ടു ദിസ്. എന്നിട്ട് നമ്മൾ ഈ വെബ് ഫോമിൽ നമ്മുടെ സാഹചര്യം എന്താന്നുള്ളത് അവരെ ബോധിപ്പിക്കണം. ദാറ്റ് ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഫ്ലൈറ്റ്സ് ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ഒരു ഫ്ലൈറ്റ്സും തന്നെ ഓപ്പറേഷണൽ അല്ല. ആ കാരണം സൈറ്റ് ചെയ്തുകൊണ്ട് ക്ലിയർ ആയിട്ട് ആ വെബ് ഫോമിൽ നമ്മുടെ സാഹചര്യം അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് അക്കോർഡിംഗ്ലി ദേ വിൽ റെസ്പോണ്ട് ടു യു. അപ്പൊ അവർ പറയുന്ന ഒരു സംഭവം ഇതാണ്, നമുക്ക് എന്ത് അപ്ഡേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ എന്തെങ്കിലുമൊക്കെ അറിയിക്കുകയോ കൊടുക്കുകയൊക്കെ വേണമെങ്കിൽ അത് ഈ വെബ് ഫോം യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. സോ ഈ സാഹചര്യം മാറുന്ന ഇത് വരുവാണ്, ലൈക്ക് ഓക്കെ ഇപ്പൊ എല്ലാം ട്രാവൽ എല്ലാം നോർമലൈസ് ചെയ്തു, അങ്ങനത്തെ ഒരു സാഹചര്യം ആവുമ്പം അതും ഇവരെ ഇന്റിമേറ്റ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ആൻസേഴ്സ് യുവർ
question. വേറൊരു ചോദ്യം ഒരാൾ ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ IELTS എക്സാം എല്ലാം പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പലരും പറയുന്നു ഡ്യുവോലിംഗോ എക്സാം എന്നൊരു എക്സാം ഉണ്ട് ഇപ്പോൾ ഫോർ സ്റ്റുഡൻസ്. അപ്പോൾ അത് എഴുതിയിട്ട് അവർക്ക് വരാൻ പറ്റുമെന്ന് പലരും പറയുന്നു. അപ്പോൾ അത് ശരിയാണോ? ഇൻ കേസ് അത് എഴുതി വന്ന് അഡ്മിഷൻ കിട്ടിയാൽ തന്നെ വീണ്ടും ഇവിടെ വന്നിട്ട് അവർ IELTS വീണ്ടും എഴുതേണ്ടി വരുമോ? അങ്ങനെയാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം അനീഷ് ചോദിച്ചത് ഈ ലാംഗ്വേജ് ടെസ്റ്റുകളെ പറ്റിയല്ലേ, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വരുന്ന പിള്ളേർക്ക്. IELTS ആൻഡ് സെൽപിപ്പ് ആണ് അക്സെപ്റ്റബിൾ നമുക്കറിയാവുന്ന ലാംഗ്വേജ് ടെസ്റ്റ്. ഹാവിങ് സെഡ് ദാറ്റ്, ഡ്യുവോലിംഗോ എന്ന് പറയുന്നത് ഒരു ടെസ്റ്റിംഗ് ഉണ്ട്, ലാംഗ്വേജ് ടെസ്റ്റിംഗ്, ആൻഡ് ദർ ആർ സർട്ടൻ കോളേജസ് ദാറ്റ് അക്സെപ്റ്റ് ഇറ്റ്. So, what is important to note is, ആ particular നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കോളേജ്, what is it that is acceptable for them? അത് അന്വേഷിക്കുക and do that. Once that is done, then it should be okay. പിന്നെ as far as immigration is concerned, immigration, the accepted language testings are only CELPIP and IELTS. So that we have to bear in mind. ഒരാൾ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് CRS സ്കോറിനെ കുറിച്ചാണ്. കാര്യം പലരും 450, 60 ആ റേഞ്ചിലൊക്കെ സ്റ്റക്കായി കിടക്കുന്നവരുണ്ട്. കാര്യം അവർക്ക് പൂളിൽ ഡ്രോയിൽ കയറാൻ പറ്റാതെ. അപ്പോൾ ഇപ്പോൾ ഈ കൊറോണ സീസൺ ഒക്കെ, കൊറോണയുടെ ഇഷ്യൂസൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഈ CRS സ്കോറിൽ എന്തെങ്കിലും ചേഞ്ച് വരാൻ സാധ്യതയുണ്ടോ? അതായത് CRS സ്കോർ കുറച്ചുകൂടെ താഴോട്ട് പോകാൻ സാധ്യതയുണ്ടോ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. CRS സ്കോഴ്സ് നമ്മൾ ഈ റീസെന്റ് റോയിൽ കണ്ടത് 455 ആയിട്ട് കുറഞ്ഞു എന്നാണ്. സോ ശരിക്കും ഒരു പ്രഡിക്ഷൻ പോലെ നമുക്ക് ഒന്നും തന്നെ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം വി ആർ ഇൻ അൺപ്രസിഡന്റഡ് ടൈംസ്. there is really no announcement to the effect that കൂടുവെന്നോ കുറയുമെന്നോ, nothing like that. All that we can do is be hopeful that the points are more achievable for people moving forward. പിന്നെ എൻ്റെ എല്ലാ വ്ളോഗുകളിലും അല്ലെങ്കിൽ എനിക്ക് മിക്കവാറും മെസ്സഞ്ചറിലും ഒക്കെ കിട്ടുന്നൊരു, ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ എനിക്ക് കിട്ടുന്നൊരു ചോദ്യമാണ് ഈ AIPP അല്ലെങ്കിൽ റൂറൽ ഇമിഗ്രേഷൻ പ്രോഗ്രാം, അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ റൂറൽ ഇമിഗ്രേഷൻ പ്രോഗ്രാം, ഇതിനെക്കുറിച്ച് എന്താണ് ക്രിസിൻ്റെ അഭിപ്രായം? കാര്യം നാട്ടിൽ കൺസൾട്ടൻസികൾ എല്ലാവരോടും പറയുന്നത് ഈ രണ്ട് പ്രോഗ്രാമിലൂടെ പെട്ടെന്ന് വരാൻ എളുപ്പമാണ്, എക്സ്പ്രസ് എൻട്രിയിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ഇതുവഴി കാനഡയിലേക്ക് വരാൻ എളുപ്പമാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. നമ്മൾ അങ്ങനെ നോക്കിയാൽ ഓരോ പ്രോഗ്രാംസിനും അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ മറ്റ് രണ്ട് പ്രോഗ്രാംസും RNIP, AIPP എന്നൊക്കെ പറയുന്നത് ആർ പൈലറ്റ് പ്രോജക്ട്സ്. സോ ബേസിക്കലി ദേ വിൽ ടെസ്റ്റ് ആൻഡ് ട്രൈ ആൻഡ് സീ ഇഫ് ഇറ്റ് ഈസ് വർക്കബിൾ. ആൻഡ് അത് പെർട്ടിക്കുലർ പ്രോവിൻസസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ സെഗ്മെന്റ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. സോ AIPP എന്ന് പറയുന്നത് ദേ ഹാവ് ട്രൈഡ് ഇറ്റ് ആൻഡ് അത് സക്സസ്ഫുൾ ആയതുകൊണ്ട് ആ പൈലറ്റ് പ്രോജക്റ്റ് കുറച്ചും കൂടെ അവർ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ AIPP caters towards the Atlantic provinces in Canada and അതിന് അതിന്റെ സ്പെസിഫിക് റിക്വയർമെന്റ്സ് ഉണ്ട്. അതായത് നിങ്ങളൊരു അവിടുത്തെ ഡെസിഗ്നേറ്റഡ് എംപ്ലോയറിന്റെ അടുത്തുനിന്ന് ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് കിട്ടണം. ആൻഡ് നിങ്ങൾ അവിടുത്തെ ഒരു സെറ്റിൽമെന്റ് ഓർഗനൈസേഷനുമായിട്ട് ഒരു സെറ്റിൽമെന്റ് പ്ലാൻ ഡെവലപ്പ് ചെയ്യണം. ആൻഡ് ഓൾ ഓഫ് ദിസ് ഹാസ് ടു ബി വെരി ലെജിറ്റിമേറ്റ്ലി ഡൺ. പിന്നെ ഈ RNIP എന്ന് പറയുന്നതാണെങ്കിലും അബൌട്ട് 11 കമ്മ്യൂണിറ്റീസ് ഹാവ് ബിൻ ഐഡന്റിഫൈഡ്. ആൻഡ് അതിലാകെ, ഇഫ് ഐ എം റൈറ്റ്, ഒരു 7 കമ്മ്യൂണിറ്റീസിന്റെ ആണ് ഇതുവരെ അനൗൺസ് ചെയ്തേക്കുന്നത് ആസ് ടു ഹൗ ദേ പ്രൊപ്പോസ് ടു ഡു ഇറ്റ്. അപ്പം ടിപ്പിക്കലി ദേ വാണ്ട് യു ടു ഷോ an intention to settle down in these particular communities. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തണ്ടർ ബേ അങ്ങനെയൊക്കെ. I cannot say if this is easier or difficult. പക്ഷെ ഒരു ഇമിഗ്രേഷൻ ലോയർ എന്ന രീതിയിൽ ഞാൻ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യാനാണെങ്കിൽ ഐ ബിലീവ് എക്സ്പ്രസ് എൻട്രി ആണ് ഏറ്റവും ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് മണി നമുക്ക് കുറച്ചും കൂടെ അച്ചീവബിൾ ആയിട്ടുള്ളത്. അതിൽ നമ്മുടെ മലയാളികൾക്ക് അല്ലെ കൂടുതലും ആൾക്കാർക്ക് ഇഷ്യൂ ഉണ്ടാകുന്നത് is because they are not able to meet the IELTS scores, which generally tend to be higher. കാരണം the higher the scores, the higher your chances of improving your overall CRS score. അപ്പൊ ആ ഒരു ഡിഫിക്കൽട്ടി കാരണമാണ് ആൾക്കാർ ചിന്തിക്കുന്നത് എക്സ്പ്രസ് എൻട്രി ബുദ്ധിമുട്ടാണ്, മറ്റു പ്രോഗ്രാംസ് ഈസിയർ ആണ്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ട്രൂ, സോ ടു സേ. കാരണം
നമുക്കൊരു ഡെസിഗ്നേറ്റഡ് എംപ്ലോയറിന്റെ അടുത്തുനിന്ന് ഒരു എംപ്ലോയ്മെന്റ് ഓഫർ ലെറ്റർ ജെന്യുവൻ ആയിട്ടുള്ളത് കിട്ടാൻ, ആൻഡ് ഇതിപ്പോ ഞാൻ AIPPയുടെ ആണ് പറയുന്നത്, എന്നിട്ട് അവിടെ സെറ്റിൽമെന്റ് പ്ലാനും ഒക്കെ ഡിവൈസ് ചെയ്യാന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് ഈസിലി അച്ചീവബിൾ ഫോർ സംബഡി ഹൂസ് ഓവർസീസ് ആൻഡ് ഇസ് പ്ലാനിംഗ് ടു ഇമിഗ്രേറ്റ് ടു കാനഡ. വേറെ സംബഡി ഹൂസ് ഓൾറെഡി ഹിയർ ആസ് എൻ ഇന്റർനാഷണൽ സ്റ്റുഡന്റ്, ശരിയാണ്, അല്ലെങ്കിൽ ഇപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ഒരാൾക്കൊക്കെ ഈ പ്രോവിൻസുകളിലേക്ക് പോയി എക്സ്പ്ലോർ ചെയ്ത്, പ്രൊവൈഡഡ് യു ഡോണ്ട് ഗെറ്റ് ഡ്യൂപ്ഡ് ബൈ എനിബഡി, അങ്ങനെ ജെന്യുവൻ ആയിട്ട് ചെയ്ത് കിട്ടിയാൽ യെസ്, എക്സലന്റ്. കാരണം അങ്ങനെ നോക്കുമ്പം IELTSന്റെ സ്കോർസ് ആർ നോട്ട് ദാറ്റ് ഹൈ, അതിന്റെ റിക്വയർമെന്റ്സ് അത്രയ്ക്ക് ഹൈ അല്ല. അതാണ് ഒരു മേജർ ഡിഫറൻസ്. പക്ഷെ ഒരു ഓവർസീസ് നിൽക്കുന്ന ഒരാൾക്ക് കാനഡയിലേക്ക് ഉള്ള ഇമിഗ്രേഷൻ പാത്ത് എന്ന് ചോദിച്ചാൽ എക്സ്പ്രസ് എൻട്രി ഇസ് എ വെരി ഗുഡ് റൗട്ട്. കാരണം നിങ്ങളിപ്പോൾ ഒരു ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണ്, ഇഫ് യു ആർ ഇൻ യുവർ പ്രൈം പ്രൊഡക്റ്റീവ് ഇയേഴ്സ് and you have at least 2 to 3 years of work experience. Eligible ആകാനായിട്ട് 1 year work experience മതി. പക്ഷെ the higher your number of years of experience, the higher your language scores, or if you have ties in Canada or ties to Canada, നമ്മുടെ overall CRS scores നന്നായിട്ട് improve ചെയ്യാം. ആൻഡ് see, all of this is നല്ലൊരു ടൈം ലൈൻ ഉണ്ട് ഇതിനെല്ലാം. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഫാസ്റ്റർ ആൻഡ് മോർ അച്ചീവബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഗൾഫിലേക്ക് പോലെ വർക്ക് വിസ കിട്ടുന്ന പോലെ ഇവിടെ വർക്ക് പെർമിറ്റ് കിട്ടാൻ എളുപ്പമാണോ? ഈ കാര്യം IELTS ഒന്നും IELTS എഴുതി പെട്ടെന്ന് കടന്നുകൂടാൻ പറ്റാത്തവർക്ക് വർക്ക് പെർമിറ്റാണ് പിന്നെ ഒരു ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടാൻ എത്ര എളുപ്പമാണ് ഇവിടെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാനഡയിലേക്ക് ഒരു ഫോറിൻ നാഷണൽ എംപ്ലോയി ചെയ്യണമെങ്കിൽ ഒരു വാലിഡ് ജോബ് ഓഫറും, ആൻഡ് ദാറ്റ് ജോബ് ഓഫർ ഷുഡ് ബി ബാക്ഡ് ബൈ ആൻ LMIA വിച്ച് ഇസ് കോൾഡ് എ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. ഇറ്റ് ഡസ് നോട്ട് ഫങ്ഷൻ ദ വേ ഇറ്റ് ഡസ് ഇൻ ഗൾഫ് കൺട്രീസ്. ഒരു LMIA എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി ഇപ്പം എന്തുകൊണ്ട് ഒരു ഫോറിൻ നാഷണലിനെ നമ്മളിവിടെ എംപ്ലോയ് ചെയ്യണം ആസ് അഗൻസ്റ്റ് കനേഡിയൻ നാഷണൽ ഓർ എ പെർമനന്റ് റെസിഡന്റ് ഇൻ കാനഡ, അത് ജസ്റ്റിഫൈ ചെയ്യണം. ആൻഡ് it is not even the Citizenship Immigration Canada that looks into this application, LMIA. It is actually the Economic and Social Development of Canada that looks into it. So to answer your question, എനിക്ക് തോന്നുന്നില്ല അത് അത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്നുള്ളത്. അതിന് ഒരുപാട് ന്യൂവാൻസസ് ഉണ്ട്. സോ ആൻഡ് അഗൈൻ ഓൺ എ കേസ് ബൈ കേസ് ബേസിസ്, ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് പ്രൊഫഷൻ ദേ ആർ ഇൻ, അവർ ഏതൊരു ഫീൽഡിലേക്കാണ് ഇവിടെ ജോലി ചെയ്യാൻ വരുന്നത്, അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വയബിൾ ഓപ്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സ്കിൽഡ് ട്രേഡ്സ്, നമ്മുടെ നാട്ടിൽ കാർപ്പൻറ്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ, അപ്പോൾ അതുപോലുള്ളവർക്ക് എങ്ങനെ കാനഡയിലേക്ക് വരാം? കാര്യം ചിലപ്പോൾ പലർക്കും അതിൽ ഡിഗ്രി കാണില്ല, ചിലപ്പോൾ +2 വിദ്യാഭ്യാസം വരെ കാണുള്ളൂ. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ കാനഡയിലേക്ക് വരാം എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അങ്ങനെയുള്ളവർക്കും കാനഡയിൽ വരാം. ദേ ആർ കാറ്റഗറൈസ്ഡ് അണ്ടർ ദ സ്കിൽഡ് ട്രേഡ് കാറ്റഗറി. സോ അങ്ങനെയുള്ളവർക്കും വരാൻ പറ്റും. അതിനും അതിൻ്റെതായ ചില പെർട്ടിനന്റ് റിക്വയർമെന്റ്സ് ഉണ്ട്. ബട്ട് മെയിൻ ആയിട്ടും അതിലും മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ജോബ് ഓഫർ വേണം, എ വാലിഡ് ജോബ് ഓഫർ വിച്ച് ഇസ് ബാക്ഡ് ബൈ ആൻ LMIA. സോ ഈ രണ്ട് ഘടകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോർ ഫോറിൻ നാഷണൽ ടു കം ഇൻ ടു കാനഡ, ഈവൻ അണ്ടർ ദ സ്കിൽഡ് ട്രേഡ്സ് കാറ്റഗറി. നമ്മുടെ നാട്ടിൽ +2 കഴിഞ്ഞിട്ട് ഒത്തിരി സ്റ്റുഡൻസ് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ചെന്നൈയിലും ഒക്കെ ഹയർ സ്റ്റഡീസിന് പോകുന്ന പോലെയാണ്, നേരത്തെ പോയിക്കൊണ്ടിരുന്ന പോലെയാണ് ഇപ്പോൾ കാനഡയിലേക്ക് ഒത്തിരി സ്റ്റുഡൻസ് വരുന്നുണ്ട് +2 കഴിഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, +2 കഴിഞ്ഞ് ഇവിടെ വന്ന് ഡിഗ്രി ചെയ്യുന്നതാണോ ബെറ്റർ, അതോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പിന്നെ PG അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹയർ സ്റ്റഡീസ് കോഴ്സ് ചെയ്യുന്നതാണോ ബെറ്റർ? എന്താണ് ക്രിസിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു 12ാം ക്ലാസ് എന്ന് പറയുമ്പം 10-17 വയസ്സുള്ള ഒരു കൊച്ചായിരിക്കും. ദേ വിൽ കം ഹിയർ. അവരൊരു മാക്സിമം 2 year പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവർക്കൊരു ഇപ്പോഴത്തെ റൂൾ പ്രകാരം ഐഡിയലി നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ദ സ്റ്റഡി അനുസരിച്ചാണ്, ആ ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റും. And provided you have fulfilled the requirements of that student visa and then you apply for your postgraduate work permit, most likely you will get a 3 year stay back if you have done a 2 year program. And 1 year program ചെയ്യുന്ന ഒരു കൊച്ചിന് 1 year stay back ആണ് മോസ്റ്റ് ഓഫൻ കിട്ടുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അവര് PR-ന് അപ്ലൈ ചെയ്യും. മിനിമം ഒരു നമുക്ക് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 1 year വർക്ക് എക്സ്പീരിയൻസ് വേണം ഏറ്റവും കുറഞ്ഞത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്.
അപ്പം ഇവിടെ വരുന്ന ഒരു കൊച്ചു മിക്കവാറും കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 year വർക്ക് എക്സ്പീരിയൻസ്. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫണ്ട്സ് ഒന്നും സെറ്റിൽ ഡൗൺ ചെയ്യാൻ കാണിക്കണ്ട. ബട്ട് യു ഹവ് ടു ഡെഫിനറ്റ്ലി ഷോ പ്രൂഫ് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് പ്രൂഫ് ഓഫ് നമ്മുടെ ഇൻകം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിക്കണം. വെറസ് ഒരു എക്സ്പ്രസ് എൻട്രി ഫെഡറൽ സ്കിൽഡ് വർക്കർ കാറ്റഗറി വരുമ്പം നമ്മൾ നാച്ചുറലി നമുക്ക് ആ സെറ്റിൽമെന്റ് ഫണ്ട്സ് നമ്മൾ കാണിക്കണം, വിച്ച് ക്യാൻ ബി ആസ് ഹൈ ആസ് ഇപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ 13,000 കനേഡിയൻ ഡോളേഴ്സിന് മേലെ പോവും ദോസ് സെറ്റിൽമെന്റ് ഫണ്ട്സ്. അപ്പം മെയിൻ ആയിട്ട് ഇപ്പോഴത്തെ നമുക്കറിയാം ഈ എക്സ്പ്രസ് എൻട്രി എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് ഗൈഡഡ് ത്രൂ എ പോയിന്റ് സിസ്റ്റം. ആൻഡ് നമ്മളൊരു പൂളിലേക്കാണ് മറ്റ് കാൻഡിഡേറ്റ്സിന്റെ കൂടെ മത്സരിക്കുന്നത്. അപ്പം ഇതിനകം നമ്മൾ കണ്ടു വന്നേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പോയിന്റ്സ് ഒരു 475 ഒക്കെ ആയിരുന്നു ഈ കഴിഞ്ഞ ഒരു കാലം വരെ. പക്ഷെ മോസ്റ്റ് റീസെന്റ് ഡ്രോയിൽ ഇറ്റ് കെയിം ഡൗൺ ടു 455. അപ്പം നമ്മുടെ ഇവിടെ തന്നെ പഠിച്ച് പാസ് ഔട്ട് ആയ പിള്ളേർക്ക് പോലും ഉണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ റെക്വിസിറ്റ് പോയിന്റ്സ് മീറ്റ് ആകത്തില്ല. ഇഫ് ദേ ജസ്റ്റ് ട്രൈ ഓൺ ദെയർ ഓൺ അക്കോർഡ്. അവർക്ക് ഒന്നെങ്കിൽ ഒരു വാലിഡ് ജോബ് ഓഫർ വേണം വിച്ച് ഇസ് ബാക്ക്ഡ് ബൈ എൻ LMI. അങ്ങനെ കിട്ടിയാൽ ഒരു 50 പോയിന്റ്സ് അഡീഷണൽ കിട്ടും. അല്ല എങ്കിൽ അവർക്കൊരു പ്രൊവിൻഷ്യൽ നോമിനേഷൻ കിട്ടി, സ്ട്രേറ്റ് യു ഗെറ്റ് 600 പോയിന്റ്സ് ആൻഡ് ദെൻ യു ക്വാളിഫൈ. പക്ഷെ ഈ പറയുന്ന സംഭവങ്ങൾ ഏത് കിട്ടാനാണേലും ഇറ്റ് ഈസ് നോട്ട് ഓൾ ദാറ്റ് ഈസി. സോ വാട്ട് ഹാപ്പൻസ് ഇസ് അങ്ങനെ ഇപ്പം കിട്ടുന്നില്ല. പിള്ളേർ ഇവിടെ വന്ന് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അവരിങ്ങനെ മുന്നോട്ട് എന്തായാലും അവർക്ക് ഇവിടെ നിൽക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കിന് അറിഞ്ഞോ അറിയാതെയോ ഈ പിള്ളേർ ഒത്തിരി പേര് ചെന്ന് കെണികളിൽ ചാടാറുണ്ട്. ദാറ്റ് there will be people who offer them job offers and things like that, and they say that they're willing to give you an LMI and things like that. പക്ഷെ അതിന് ഒരുപാട് എക്സോർബിറ്റന്റ് പൈസകൾ പിള്ളേരുടെ അടുത്തുനിന്ന് എടുക്കും. ആൻഡ് ചിലത് സക്സസ്ഫുൾ ആവും, ചിലത് സക്സസ്ഫുൾ ആകത്തില്ല. സോ റിയലി നമ്മൾ ഒത്തിരി നമ്മളെ തന്നെ വൾണറബിൾ ആക്കുകയാണ് എന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ്, അല്ലാണ്ട് തന്നെ ജെനുവിൻ ആയിട്ട് ഈ ജോബ് ഓഫേഴ്സും കിട്ടി, LMIയും കിട്ടി, നമുക്ക് അല്ലെങ്കിൽ PNP നോമിനേഷൻ കിട്ടി ക്വാളിഫൈ ആവുന്ന ഒത്തിരി പിള്ളേരുണ്ട്, ഇല്ലെന്നല്ല. സോ മൈ പേഴ്സണൽ ടേക്ക് ഈസ് ഇപ്പോഴത്തെ ഇത് ഞാൻ പറയുന്നത് നിലവിലുള്ള ഇമിഗ്രേഷന്റെ ഒരു രീതിയും ഒരു ഇതും അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ദാറ്റ് നമ്മള് ഒരു ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആൻഡ് അത്യാവശ്യം ഒരു 1 or 2 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് നാട്ടിൽ ഗെയിൻ ചെയ്തിട്ട് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിക്കാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ and like a 2-year program and then you apply for a stay back, നമുക്ക് കുറച്ചും കൂടെ ചാൻസസ് ബെറ്റർ ആണ്. ബട്ട് അഗൈൻ ഐ സേ ദാറ്റ് ഇത് കറന്റ് ഇമിഗ്രേഷൻ റൂൾസ് പ്രകാരമാണ്. ആൻഡ് ഇമിഗ്രേഷൻ റൂൾസ് ആർ സംതിങ് ദാറ്റ് കെൻ ചേഞ്ച് എനി ടൈം ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ്സ് ഓഫ് ദ കൺട്രി. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന ഇമിഗ്രേഷൻ റൂൾസ് ആണോ എന്നില്ല നാളെ. സോ അഗൈൻ ഐ റിപ്പീറ്റ് ദാറ്റ് നമ്മളിതിപ്പോ 2020 ഏപ്രിലാണ്. സോ ദ കറന്റ് റൂൾസ് ബേസിസിൽ ഞാൻ എന്റെ ഒരു പെർസ്പെക്ടീവ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഐ ഡോണ്ട് മീൻ ടു ഡിസ്കറേജ് ഓർ എൻകറേജ് എനിബഡി. ചോദ്യം എന്ന് പറയുന്നത് PNB കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. കാര്യം നമ്മൾ എക്സ്പ്രസ് എൻട്രിയിൽ ഡയറക്റ്റ് കയറാൻ പറ്റിയില്ലെങ്കിൽ PNB ആണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ PNB കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. നമ്മളിപ്പോൾ ഒരു പ്രൊവിൻഷ്യൽ നോമിനേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സസ്കാച്ചുവനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ 2 കൊല്ലം സസ്കാച്ചുവനിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യണം എന്നൊരു റൂളുണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ സസ്കാച്ചുവനിൽ ഒരാൾക്ക് ജോലി കിട്ടിയില്ല, പുള്ളിക്ക് ഒണ്ടാരിയോയിലേക്ക് മൂവ് ചെയ്യണം. കാര്യം പുള്ളിയുടെ ജോബിൻ്റെ സ്കോപ്പ് ഒണ്ടാരിയോയിലാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തിന് ശേഷം അങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ട് ലേറ്റർ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ? സോ മെയിൻ ആയിട്ട് അനീഷ് എനിക്കത് പറയാനുള്ളത് അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊവിൻഷ്യൽ നോമിനേഷൻ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും കണ്ടീഷൻസ് സ്റ്റിപ്പുലേറ്റഡ് ആണോ എന്നുള്ളത് ഡെഫിനറ്റ്ലി വെരിഫൈ ചെയ്യുക. കാരണം ഈച്ച് പ്രോവിൻസ് ഫങ്ഷൻസ് ഡിഫറെന്റ്ലി. നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് അതിന്റെ ഒരു ഗൈഡിംഗ് ഫാക്ടർ. സോ ഡെഫിനറ്റ്ലി റിഫർ ടു ദാറ്റ് പ്രൊവിൻഷ്യൽ നോമിനേഷൻ സർട്ടിഫിക്കറ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ the second thing is, see, as far as Canada is concerned, അല്ലെങ്കിൽ under the constitutional law, there is the right for mobility. അതായത് നമുക്ക് കാനഡയുടെ എവിടെ വേണേലും മൂവ് ചെയ്യാം ഫ്രീ ആയിട്ട്. യു ക്യാൻ സെറ്റിൽ ഡൗൺ ഇൻ എനി പ്രോവിൻസ് ഓർ പ്ലേസ് ഓഫ് യുവർ ചോയ്സ് ഇഫ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹെൽപ്ഫുൾ ഫോർ യുവർ ലൈവ്ലിഹുഡ് എന്നുള്ള രീതിയിൽ. പക്ഷേ ആസ് ഐ സെഡ്, ദോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട്സ് ദീസ് റൈറ്റ്സ്, if it is a provincial nomination, എനിക്കൊരു ബ്ലാങ്കറ്റ് ആയിട്ട് ഒരു ഉത്തരവില്ല അതിന് പറയാൻ. I would definitely say
look into the provincial nomination certificate that you have received, and if there are conditions, you must follow it. And if there are no restrictions, no conditions, then still my take would be that ഇതിന്റെ ഒരു see again ഒന്ന് because എന്താ അതിന് പറയാം, this particular province has nominated you because they have a need in that province. അപ്പം ഒരു എന്താ അതിന് പറയാം, ഒരു കടപ്പാട് അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്. സോ അറ്റ്ലീസ്റ്റ് ട്രൈ ഔട്ട് ഇൻ ദോസ് പ്രോവിൻസസ് ആൻഡ് സീ ഇഫ് യു ക്യാൻ സെറ്റിൽ ഡൗൺ ഓർ നോ. And sometimes you never know, that it would be an ideal province for you to settle down into, depending on your occupation, your life choices, or your lifestyle preferences, etc. അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ. സോ റിയലി ഇറ്റ്സ് എ കേസ് ബൈ കേസ് decision that has to be made, and a lot of it is dependent on the provincial nomination certificate that you get. ഈ അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു, April 30 മുതൽ PR-ന്റെ ഫീസ് ഇൻക്രീസ് ആവുകയാണെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ, എത്രയാണ് ഫീസ് വർധനമെന്നുള്ളത്? യെസ്, ഇറ്റ് ഈസ് കറക്റ്റ്. ആ ഇൻഫർമേഷൻ റൈറ്റ് ആണ്. അത് കാനഡ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ദാറ്റ് April 30 മുതൽ 9 AM the new fees will come into effect. അപ്പൊ ഈ ഫീസിലെ ചേഞ്ച് മെയിൻലി PR ആപ്ലിക്കേഷൻസിനാണ്. അപ്പം ബേസിക്കലി PR ലാൻഡിംഗ് ഫീസ് 490 ആയിരുന്നത്, അത് 500 മാറുകയാണ്. അതുപോലെ ഈ PR-ന്റെ പ്രോസസിംഗ് ഫീസ് 550 ആയിരുന്നത്, അത് 825 ആവുകയാണ്. പിന്നെ പിള്ളേർക്കുള്ള ഫീസ്, പ്രോസസിംഗ് ഫീസ് 150 ആയിരുന്നത്, അതിപ്പോ 225 കൂടുവാണ്. ആൻഡ് ക്യുബെക് പ്രോവിൻസിനാണെങ്കിൽ അതിന് ഏതാണ്ട് 1575 റേഞ്ചിൽ ആ ഇൻക്രീസ്. പിന്നെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാറ്റ് ഈ ഇൻക്രീസുകൾ ഈ 2 വർഷം കഴിയുമ്പം, അതായത് April 30, 2022 ആവുമ്പം ഒരു കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം ഇതിന്റെ ഒരു ഇൻക്രീസ് നോക്കിയിട്ട് there will be certain percent increase in these fees moving forward. So yes, there is an increase, and ഞാൻ അറിയിച്ച പോലെ ഇതാണ്. അപ്പൊ ഈ ഫീസ് ഇൻക്രീസ് ഇസ് മെയിൻലി ഫോർ PR ആപ്ലിക്കേഷൻസ്. എൻ്റെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇത് എനിക്കും സംഭവിച്ചിട്ടുള്ളതാണ് കാനഡയിലേക്ക് വരുന്നതിന് മുന്നേ. കാര്യം നമ്മൾ പലരും അപ്പോഴായിരിക്കും ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ പേര് എന്ന് പറയുന്നത് ചിലപ്പോൾ 2 ഡോക്യുമെൻറ്റിൽ വേറെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ SLC ബുക്കിൽ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേരുകൾ തമ്മിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസം കാണും, മാച്ച് ആവത്തില്ല. അങ്ങനൊരു പ്രശ്നം വരുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്? കാര്യം ഇത് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ നെയിം ഡിസ്ക്രിപ്പൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് CAC തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? So, എൻ്റെ ഒരു personal take on this is that, see, the required documents are required, we have to submit them. പക്ഷെ ലെറ്റ്സ് സേ നമുക്കിപ്പം ബർത്ത് നെയിമിൽ തന്നെയല്ല, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു ഇഷ്യൂ ഉണ്ട് and we are doubtful and we are not sure as to what needs to be done. The best way to do is നമ്മളൊരു വെബ് ഫോം യൂസ് ചെയ്ത് reach out to CIC and ask for their opinion as to what is acceptable to them. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന പോലെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അത് മെസ്സപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും if you get their response on it and you follow their advice, at least you know it is coming from the horse's mouth and you just have to follow it. So my personal take is that we reach out to CIC and find out what is acceptable to them and do accordingly. So thank you, Anish, for this opportunity, and I hope I have been able to answer as many of your queries. If there is anything else, I am more than happy to help. Thank you. അപ്പോൾ താങ്ക് യു ക്രിസ്. വളരെ തിരക്കിനിടയിലും കുറച്ച് സമയം കണ്ടെത്തി എൻ്റെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ച് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ സാഹചര്യം ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്ത് ഈ Q&A സെഷൻ ചെയ്യാമായിരുന്നു. അപ്പോൾ എനിവേ, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ കൊറോണ സിറ്റുവേഷനിൽ ഒത്തിരി ചോദ്യങ്ങൾ ഇമിഗ്രേഷനെ കുറിച്ചും സ്റ്റുഡൻറ്റ് വിസയെക്കുറിച്ചൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ എനിക്ക് കിട്ടിയതുകൊണ്ടും പിന്നെ കുറച്ച് ജനറൽ ഇമിഗ്രേഷൻ ക്വസ്റ്റ്യൻസ് സ്ഥിരമായി കിട്ടുന്നതും അത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.